വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെക്കുറിച്ച് ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടായി. അപ്പോൾ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലേ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയോടൂ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നത്? ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന്? ഏത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നു, പിന്നെ നമ്മൾ എന്തിനാ വിശ്വസിക്കണം? കേട്ടിരുന്നോ? പ്രതികരണം കേട്ടിരുന്നോ? ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. നേരിട്ട് ടീച്ചർക്ക് കേട്ടാൽ എപ്പോഴും തന്നെ കേൾക്കാമല്ലോ, ഞാൻ ഫയൽസിലുണ്ടല്ലോ, അത് പ്രതികരണം കേൾക്കാം. നേരിട്ട് കേട്ടാൽ തന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ നേരിട്ട് എൻ്റെ ചെവി കൊണ്ട് കേട്ടില്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ മറ്റാരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം. മലപ്പുറം ജില്ലയിലല്ലേ EMSന്റെ ഏലംകുളം മന. അത് തിരിച്ച് വെള്ളാപ്പള്ളിയോട് നമ്മൾ പറഞ്ഞു. അതെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ മലപ്പുറത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, എൻ്റെ സ്കൂളുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എല്ലാവർക്കും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ മുസ്ലിം ജനസമൂഹത്തെ അല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെയാണ് എന്ന് പറയുമ്പോൾ, അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവനാണെന്ന് പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താ? അദ്ദേഹമല്ലേ പറയുന്നത്. ഇനി അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ഈ മുസ്ലിം സമുദായത്തെ മുഴുവനാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾ അതിനെ എതിർക്കും. നിഷ്കളങ്കമായി ഇതിനെ കാണാതിരിക്കും. ഒന്നാമത്തെ കാര്യം, നായാടി മുതൽ നസ്രാണി വരെ എന്ന ഒരു ആഹ്വാനം തന്നെയും മുസ്ലിം വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് നസ്രാണി വിഭാഗത്തെ കൂടെ ചേർക്കാൻ തീരുമാനിച്ചത്? അല്ല, അദ്ദേഹത്തിന്റെ വാചകമാണ്, അവരെ പേടിക്കണ്ടേ എന്നൊരു വാചകം പറയുന്നു. അവരെ എന്ന് പറയുന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ. അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി അത്ര നിഷ്കളങ്കമായി മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത്. നമ്മുടെ നാട് നല്ല സൗഹാർദ്ദമുള്ള നാടാണ്, കേട്ടില്ലേ? മതസൗഹാർദ്ദം. ആ സൗഹാർദ്ദത്തെ പൊളിക്കാൻ വർഗീയവാദികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. കേട്ടോ, ഞങ്ങൾ എന്തിനാ RSSനെ എതിർക്കുന്നത്? അതിലെ വ്യക്തികളെല്ലാം, ഞങ്ങളുടെല്ലാം വീട്ടിനടുത്തുള്ള ആളുകൾ എന്നും കാണുമ്പോൾ ലോക്യം പറയുന്നവരാ അവര്. വ്യക്തിപരമായിട്ട് അവരോട് ഒരു എതിർപ്പുമില്ല. എന്തിനാ എതിർക്കുന്നത്? RSSന്റെ രാഷ്ട്രീയത്തെയാണ്. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കണം എന്നുള്ള വാദത്തെ